ഇതെന്താ ഉണ്ടാക്കണേ? ഇന്ന് ക്യാരറ്റ് സേമിയ പാൽപ്പായസം. ഓണമായിട്ട് നമുക്ക് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. ക്യാരറ്റ് കൊണ്ട് പാൽപ്പായസമൊക്കെ ഉണ്ടാക്കുമോ? പിന്നെ പാൽപ്പായസം ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുമോ? അത് ഇനി ഒരു ദിവസം ഉണ്ടാക്കാം. ഓക്കെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓണ സ്പെഷ്യലായ ക്യാരറ്റ് സേമിയ പാൽപ്പായസം ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. മിൽമയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗ ഓണാക്കി വയ്ക്കാം. അതൊന്ന് അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ, നല്ലതുപോലെ തിളച്ച് വരട്ടെ. ഈ സമയം നമുക്ക് ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ 3-4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് എത്ര ക്യാരറ്റ് വേണോ അത്രയും ക്യാരറ്റ് എടുക്കാം. ഞാനിവിടെ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ക്യാരറ്റെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാല് തിളച്ചോ നോക്കാം. പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം സ്റ്റൗ ഓണാക്കി വയ്ക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുക്കുമ്പോൾ ഏതെടുത്താലും കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ നല്ലപോലെ വീർത്ത് വരും. ആ സമയത്താണ് നമ്മളത് കോരി മാറ്റേണ്ടത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ആ നെയ്യിൽ തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം അത് അവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് നേരത്തെ വേറൊരു പാത്രത്തിൽ തിളപ്പിച്ചത് ഇല്ലെങ്കിൽ ഇതിലൊഴിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് വേറൊരു പാത്രത്തിൽ തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 100 ഗ്രാം സേമിയ ഇട്ട് കൊടുക്കാം. ഞാൻ വറുത്ത സേമിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വറുക്കാത്തതാണെങ്കിൽ കുറച്ച് നെയ്യൊഴിച്ച് ഒന്ന് വറുത്തതിന് ശേഷം മാത്രം പാലിലിട്ട് കൊടുക്കുക. 100 ഗ്രാം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. കുറച്ച് നേരം വേവാൻ താമസമുണ്ട്. ഒരു 10 മിനിറ്റ് നേരം അങ്ങനെ ഇരുന്നതൊന്ന് വേവട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ വെച്ചിരുന്ന ഈ ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരം അതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. എല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും മുന്തിരിങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ക്യാരറ്റ് സേമിയ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.